ആഷ്മി, നമ്മളെ ഏറ്റവും പുതിയ ട്രെൻഡിങ് പാട്ടുണ്ടല്ലോ, ആഹാ ആനന്ദ മഹാർമാദം, അതിനോട് ഒരു വരി കൂടി ചേർക്കുന്നു, ആഹാ സന്തോഷം അതുകൂടിയാവുന്നു നിലമ്പൂരിന്റെ ഈ കലാശക്കൊട്ടിന്റെ വേദി. ആഷ്മിയുടെ ചോദ്യം ഞാൻ കൃത്യമായി കേട്ടില്ല, എന്നിരുന്നാലും പല പൊളിറ്റിക്കൽ ഇക്വേഷൻസും വരും ദിവസങ്ങൾ നടക്കും. സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പരീക്ഷണശാല കൂടിയായി നിലമ്പൂർ മാറും. അതെല്ലാം വരും ദിനങ്ങളിൽ നാളെ ജനം വോട്ട് ഹിതം രേഖപ്പെടുത്തി 23 വോട്ടെന്നുമ്പോൾ നമുക്കറിയാനാകും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പരിസമാപ്തി 3 ആഴ്ച നീണ്ട ഏകദേശം 21 ദിവസം നീണ്ട പ്രചാരണ കോലാഹലങ്ങളുണ്ട്, കാറടച്ചുള്ള പ്രചാരണമുണ്ട്, തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളുണ്ട്, വീട്ടുകാരുള്ള വോട്ടഭ്യർത്ഥനകളുണ്ട്, സംഗമങ്ങൾക്കുണ്ട്, കുടുംബയോഗങ്ങളുണ്ട്. അങ്ങനെ അതിന്റെ എല്ലാം ഇത്ര ദിവസങ്ങൾ നീണ്ട ക്രോണോളജിക്കലി പറഞ്ഞാൽ റൊട്ടീനുകളെല്ലാം ഓരോ ദിനം ചെയ്ത് തീർത്ത് അതിന്റെ എൻഡിലേക്ക് ഇവിടെയാണ് അവർക്ക് ഈ മണ്ഡലത്തോട് ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശക്തി ഇതാണ്, ഇത്രത്തോളം ശേഷി ഞങ്ങൾക്കുണ്ടെന്ന്. അതുകൊണ്ട് ഓരോ മുന്നണികളും മത്സരാവേശത്തോടെ മത്സരബുദ്ധിയോടുകൂടി തന്നെ ഈ കലാശക്കൊട്ടിനെ കാണുന്നു എന്ന ഈ ദൃശ്യങ്ങൾ സാക്ഷിയാക്കിക്കൊണ്ട് നിസ്സംശയം നമുക്ക് പറയാനാകും. എങ്ങും പല നിറങ്ങളുള്ള തോരണങ്ങൾ, കൊടികൾ, മുന്നണിക്കൊടികൾ, പാർട്ടിക്കൊടികൾ, സ്ഥാനാർത്ഥിയുടെ ഫേസ് മാസ്കുകൾ, വലിയ ഈ പറയുന്നത് പോലെ വലിയ കട്ടൗട്ടുകൾ. അങ്ങനെ ഈ നിലമ്പൂരിന്റെ വാനിലും നിലത്തുമൊക്കെ പാർട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരുമാണ്, ആവേശമാണ്. കൊണ്ടും കൊടുത്തും മുന്നേറിയ പ്രചരണ നാളുകൾക്ക് അവസാനമാകാൻ, സമാപ്തിയാകാൻ വെറും 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അതിന്റെ ഉച്ചസ്ഥായിൽ ഓരോ മുന്നണികൾക്കും എക്സ്ട്രീം ലെവലിൽ എന്തൊക്കെ ചെയ്യാനാകും, എത്രത്തോളം എനർജിനെ അങ്ങോട്ട് പുറത്തെടുക്കാനാകും, അതിന്റെ പരമാവധി കലാശക്കൊട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം ഈ കലാശക്കൊട്ട് തുടങ്ങി ഏകദേശം 3 മണിയോടുകൂടി ഇതേ വൈബാണ്, ഇതേ സ്പിരിറ്റാണ്. ആ വൈബും സ്പിരിറ്റും എനർജിയും മണിക്കൂറുകൾ കഴിഞ്ഞും ഇതെങ്ങനെ കൊണ്ടു നടക്കാനാകുന്നുവെന്ന് നമ്മളെ സംശയിക്കുന്ന തരത്തിൽ, സംശയിപ്പിക്കുന്ന തരത്തിൽ ഓരോ മുന്നണികളും ആവുനാഴികളുടെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്ത് ഒരു പ്രചാരണ കലാശക്കൊട്ട് എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് എന്ന് നമുക്ക് മാധ്യമമായതുകൊണ്ട് വിഷ്വൽ ട്രീറ്റ് എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷരായ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ശേഷി, ഞങ്ങൾ ഇത്രത്തോളം ഉണ്ടെന്ന് കേരളത്തെ നിലമ്പൂരിനെ അറിയിക്കാനുള്ള ശ്രമം കൂടി. ആ ശ്രമം അത് എത്രത്തോളം സീരിയസ് ആയി, അതിൽ എത്രത്തോളം ടാക്ടിക്കൽ അവരെടുക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് ഈ കാണുന്ന ജനതയും ഈ ഘോഷയാത്രയും ആഘോഷവും. ആഷ്മി വിജയകുമാർ. യെസ്, ആദ്യം പിണറായിസം, പിന്നീട് സതീശനിസം, ഒടുവിൽ അൻവറിസം. അങ്ങനെ ഇസങ്ങൾ ഏറ്റുമുട്ടുന്നു, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിലമ്പൂരിൽ എന്ന് പറയാം. അപ്പോൾ അത് തുടങ്ങി വെച്ചത് PV അൻവർ തന്നെയാണ്. പിണറായിസം എന്ന പ്രയോഗത്തിലൂടെ മണ്ഡലത്തിൽ ചർച്ചയാക്കി. അതേ അൻവർ തന്നെ സതീശനിസം എന്ന ഒരു പുതിയ പ്രയോഗം കൊണ്ടുവന്ന് വീണ്ടും മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഇപ്പോഴിതാ അതൊരു അൻവറിസം എന്ന മട്ടിലേക്ക് PV അൻവർ തൻ്റെ നിലപാട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഇസങ്ങൾ അവിടെ ഏറ്റുമുട്ടുകയാണ് നിലമ്പൂരിൽ. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 മണിക്കൂറില്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോഴിതാ ഇവിടെ നിലമ്പൂരിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ തുടങ്ങിയ ചെറിയ റോഡ് ഷോകൾ, റാലികൾ, പ്രകടനങ്ങൾ വിവിധ ഗ്രാമങ്ങളിലൂടെ വന്ന്, ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെ വന്ന് ഓരോ മുന്നണികൾക്കും അനുവദിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ, അണികൾ ഇങ്ങനെ ചേർന്ന് വന്ന ഒരു മനുഷ്യ സമുദ്രമായി മാറുകയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ റോഡ് ഷോ കഴിഞ്ഞ കുറേ സമയമായി ഏതാണ്ട് നിലമ്പൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു വരികയാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം ആ റോഡ് ഷോയ്ക്കുണ്ട്. സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് ആകാശ ദൃശ്യങ്ങൾ കൂടുതൽ കനപ്പെടുന്നു. ആകാശ ദൃശ്യങ്ങളിൽ നിലമ്പൂരങ്ങാടി നിറഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് കടലാണ്. ചാലിയാർ ഒരു പുഴയാണ്, ഏറ്റവും അധികം നീളമുള്ള, കേരളത്തിലെ 44 നദികളിൽ നീളമുള്ള 4ാമത്തെ നദിയാണെന്ന് പറയുമ്പോൾ പോലും ഇത് നദിയല്ല, ഇത് പുഴയല്ല, ഇതൊരു കടലാണ്. കടൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ മഹാസമുദ്രമാണ്. നോക്കൂ, കണ്ണത്താ ദൂരത്തോളം, എത്രയധികം ദൂരങ്ങളിലാണ്. ഇപ്പോൾ അവിടെ ക്യാമറ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചാൽ ഇതൊന്നും കിട്ടില്ല. ആകാശ ദൃശ്യങ്ങളിൽ നീളെ ആ 27 കിലോമീറ്റർ, ഒരുപക്ഷെ വഴിക്കടവിൽ നിലമ്പൂർ തൊട്ട്, ഒരുപക്ഷെ വഴിക്കടവ് നിലമ്പൂർ 27 കിലോമീറ്റർ നീളത്തിൽ ഒരുപക്ഷെ നീണ്ടു കിടക്കുന്നു, സംശയമുണ്ടാക്കുന്ന ഒരു മനുഷ്യ മഹാസമുദ്രം അവിടെ കാണുകയാണ്. വഴിക്കടവിൽ നിന്നാണ് റോഡ് ഷോകൾ തുടങ്ങിയത്. വഴിക്കടവിൽ നിന്ന് ഓരോ പോയിന്റ് താണ്ടി നിലമ്പൂരേക്ക് എത്തിയപ്പോഴേക്കും ഓരോ മുന്നണികളുടെയും റോഡ് ഷോകൾ ഒരു മനുഷ്യ മഹാസമുദ്രമായി. ആ മനുഷ്യ മഹാസമുദ്രങ്ങൾ 3 സമുദ്രങ്ങൾ, ഒന്ന് കാവി സമുദ്രമാണ്, ഒന്ന് ത്രിവർണ്ണ സമുദ്രമാണ്, ഒന്ന് ചെങ്കടൽ സമുദ്രമാണ്. ആ സമുദ്രങ്ങൾ ഒത്തുചേർന്ന് നിലമ്പൂരങ്ങാടിയെ ത്രസിപ്പിക്കുന്നു. നിലമ്പൂരങ്ങാടി അങ്ങനെ നിറഞ്ഞു കവിയുന്നു. രാഷ്ട്രീയ ആവേശത്തിന്റെ പരകോടിയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു. ഉയരെയൊക്കെയുള്ള കൊടിപാറട്ടെ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങുന്നു. ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, പുഴകൾ ചേർന്നൊരു കടലാകട്ടെ, ആ കടലിലെ പഴയ മുദ്രാവാക്യം ഓർമ്മ വരുന്നുണ്ട് പോട്ടെ. അങ്ങനെ പല മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുകയാണ്. ഇത് രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, നിലമ്പൂരിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ കയ്യും മെയ്യും
മറന്നിറങ്ങി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അങ്ങേയറ്റം നിൽക്കുന്നവരാണെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്, നിലമ്പൂരിൻ്റെ സാധാരണ മനുഷ്യരുടെ പ്രഖ്യാപനം കൂടിയാണ് നിലമ്പൂരങ്ങാടിയിൽ കാണുന്ന ഈ മഹാജനക്കൂട്ടം, മഹാജനത, മഹാജനസഞ്ചയം. എം സ്വരാജ് അവിടെ ഓരോരുത്തർക്കും ഹസ്തദാനം നൽകുന്നു. അവിടെ സെൽഫികൾ, അവിടെ മുറയ്ക്ക് എല്ലാ സ്ഥാനാർത്ഥികളും സെൽഫികൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസിൻ്റെ യുവ ടീമും, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, റോജി എം ജോൺ ഒക്കെ അടങ്ങുന്ന, പി.കെ. ഫിറോസ് ഒക്കെ അടങ്ങുന്ന UDF-ന്റെ യുവനിര അപ്പുറത്ത് ഇരമ്പം തീർക്കുന്നു. ഇപ്പുറത്ത് LDF നേതാക്കൾ, ഇപ്പുറത്ത് എം സ്വരാജ് നേതൃത്വത്തിൽ LDF-ന്റെയും ക്യാമ്പത ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി അടക്കമുള്ളവർ ആ വാഹനത്തിലൂടെ ആ വാഹനം നിലമ്പൂരേക്ക് എത്തുകയാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ, അവരുടെ യുവജന UDYF-ന്റെ പ്രവർത്തകർ ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ BJP മോശമാക്കുന്നില്ല. അതിനിടയിൽ ഒരു മനുഷ്യൻ PV അൻവർ ചായ കുടിച്ച്, കട്ടൻ ചായ കുടിച്ച് വളരെ കൂളായി, സൂപ്പർ കൂളായി നടക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നും ഭയക്കാനില്ല, എൻ്റെ പണി കഴിഞ്ഞതാണ്, ഇനി പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ജനം അവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യൽ മാത്രമാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും വോട്ട് ചോദിക്കുന്നുണ്ട് PV അൻവർ. അതല്ലാതെ ഒരു വലിയ കുട്ടിക്ലാസിലേക്ക് പോകുന്നില്ല. പക്ഷേ യൂസഫ് സത്താനെ അണിനിരത്തിക്കൊണ്ട് PV അൻവർ ഒരു വലിയ റാലി നടത്തിയതാണ്. അപ്പോൾ അതിനുള്ള കെൽപ്പില്ലാത്ത ആളല്ല PV അൻവർ. പക്ഷേ തൽക്കാലം ഈ കൊട്ടിക്കലാശത്തിൽ നിന്നും ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ചായ കുടിക്കുന്നു PV അൻവർ. ഒന്നുകിൽ അത് കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അത് ഈ ഗെയിമിൽ ഞാനില്ല തിരിച്ചറിവിലാണ്. രണ്ടിലൊന്ന് അതിലുണ്ട്. പക്ഷേ ഞാൻ ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന് PV അൻവർ ആവർത്തിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്നുമുണ്ട്. പ്രേക്ഷകർ 3 വിൻഡോകൾ കാണുന്ന 3 മുന്നണികളുടെ വോട്ടഭ്യർത്ഥനയാണ്. കലാശക്കൊട്ടാണെന്ന് ആകാശ ദൃശ്യങ്ങളാണ്. ആകാശ ദൃശ്യങ്ങളിൽ ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ട കൃത്യമായ സ്ഥലത്ത് അച്ചടക്കത്തോടെ അവർ നിൽക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡിൻ്റെ ഒരു തടയണ കിട്ടുന്നുണ്ട്. തടയണയ്ക്ക് പിന്നിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മഹാസമുദ്രങ്ങൾ അങ്ങനെ നിലയടിക്കലാണ്. ചാലിയാർ പുഴ പോലെയാണ്. ചാലിയാർ പുഴയിലെ ചുഴികളും മലരുകളുമുള്ള ചാലിയാർ പുഴ പോലെ, കയങ്ങളുള്ള ചാലിയാർ പുഴ പോലെ അതങ്ങനെ തിരയടിക്കുന്നു നിലമ്പൂരങ്ങാടിയിലെ മനുഷ്യ മഹാസമുദ്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടൽ. നാളെ നിശബ്ദ പ്രചരണ ദിവസമാണ്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഈ ആവേശം അവിടെ പോളിംഗ് ബൂത്തിൽ എത്തണമെങ്കിൽ, ഈ ആവേശം അവിടെ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ പോളിംഗ് ശതമാനം ഉയരണം. അത് 78 or 80 ആയാൽ മാത്രമേ ഈ പറയുന്ന കാണുന്ന വലിയ ആവേശം ഫ്രൂട്ട്ഫുള്ളായി, അത് ഫലവത്തായി എന്ന് മുന്നണികൾക്ക് ആശ്വസിക്കാൻ കഴിയും. അതുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം പരമാവധി പോളിംഗ് ശതമാനം ഉയർത്താനാകും ഈ പറയുന്ന മുന്നണികളുടെയൊക്കെ കഠിന പ്രയത്നം. കാരണം മഴയാണ്, അന്തരീക്ഷം, കാലാവസ്ഥ മോശമാണ്. കാലാവസ്ഥ മോശമാകുമ്പോൾ പോളിംഗ് ശതമാനം കുറയാനിടയുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞുകൂടാ, മുന്നണികൾക്ക് കുറി പോളിംഗ് ശതമാനം കുറഞ്ഞുകൂടാ. അപ്പോൾ ആ പോളിംഗ് ശതമാനം ഉയർത്താൻ മുന്നണികൾ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നിലമ്പൂരങ്ങാടിയിൽ വലിയ തോതിൽ കൊട്ടും ഘോഷവുമായി, ആരവങ്ങളായി, ആനകളുടെ മോഡലുമായി, നാസിക് ഡോളുമായി, പലതരത്തിലുള്ള താളമേളങ്ങളുമായി ശബ്ദമുഖരിതമാകുന്നു നിലമ്പൂരങ്ങാടി. അതിൻ്റെ നേർദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF, അങ്ങനെ 3 മുന്നണികൾക്കും നിലമ്പൂർ ടൗണിൽ നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രവർത്തകരും നേതാക്കളും ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട്. UDF-ന്റെ ഒരു റോഡ് ഷോ അതിങ്ങനെ കടന്നു വരികയാണ്. അതിനൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവർ കൂടി അവിടേക്ക് എത്തുമ്പോഴേക്കും ആ ചെറിയ പട്ടണം, നിലമ്പൂർ എന്ന ചെറിയ മലയോര പട്ടണം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിയും. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ അവിടേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്നത് ഈ ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അതാ UDF-ന്റെ റോഡ് ഷോ അവിടേക്ക് കടന്നു വരികയാണ്. നേതാക്കൾ, പ്രവർത്തകർ, അതുപോലെ അനുയായികൾ ഒക്കെ ആ ഘോഷയാത്രയ്ക്കൊപ്പം, ആ റോഡ് ഷോയ്ക്കൊപ്പമുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി റോഡ് ഷോകളാണ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിറയാൻ ബാക്കിയുള്ളത് UDF-ന് വേണ്ടി നിശ്ചയിച്ച സ്ഥലം മാത്രമാണ് അവിടേക്കുള്ളത്. അവിടേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരെയുമായി UDF-ന്റെ നേതാക്കൾ, സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ ജനനിബിഡമായി കഴിഞ്ഞു. ആ നഗരം അത് നിശ്ചലമായി എന്ന് പറയാം. അവിടെ ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയാത്ത, കാൽനടയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും പരസ്യ പ്രചാരണം അവസാനിക്കും. ഇനി മറ്റന്നാൾ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നതാണ്. നമുക്കറിയാം, നേരത്തെ PV അൻവർ പറഞ്ഞു, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 78% ആളുകൾ വോട്ട് ചെയ്യും. അതൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നല്ല പോളിംഗ് ആണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കേരളത്തിലെ സർക്കാരിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിലവിലുള്ള സിസ്റ്റത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചനയായി മാറും.
അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് പരമാവധി ആളുകളെ ബൂത്തിലെത്തിക്കുക എന്നതാണ് അടുത്ത ശ്രമകരമായ ദൗത്യം. ഇന്ന് ഈ മുന്നണി നേതാക്കളും ഈ പ്രവർത്തകരുമൊക്കെ ആവേശ കാഴ്ചകൾ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു പോയാൽ അവർക്ക് വിശ്രമിക്കാനുള്ള സമയമില്ല. വീണ്ടും അവർ വീടുകളിലേക്ക് ആളുകളെ വോട്ടേഴ്സിനെ നേരിട്ട് കണ്ട് അവരുടെ ബൂത്തുകളിൽ പരമാവധി ആളുകളെ എത്തിക്കുക എന്ന വളരെ അടുത്ത ദൗത്യത്തിലേക്ക് പോകും. അത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന അല്ലെങ്കിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന 19-ാം തീയതി വൈകുന്നേരം വരെ ആ ജോലിയിൽ അവർ വ്യാപൃതരായിരിക്കും.